പാലക്കാട് പന്നിയങ്കര ടോൾ ബൂത്തിൽ നിന്ന് നാളെ മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ നീക്കമുണ്ട്. സ്കൂൾ വാഹനങ്ങൾക്കും ടോൾ നൽകേണ്ടി വരും. ഇടയ്ക്കിടെയുള്ള ഈ കരാർ കമ്പനിയുടെ ഭീഷണികൾ വിലപ്പോകില്ല എന്നാണ് പി സുമോദ് MLA പറയുന്നത്. നിഖിൽ പ്രമേഷിലേക്ക് തത്സമയം പോകുന്നതിനും ഒരു കാര്യം കൂടി പറയട്ടെ. രാജ്യത്ത് നാഷണൽ ഹൈവേ വരുന്നതെന്ന് പറഞ്ഞാൽ വലിയ വികാസമാണ്. ഈ വികസനം വരുമ്പോൾ ഈ വികസനത്തിൻ്റെ ദുരന്തം മുഴുവൻ അതാത് പ്രദേശത്തെ ആളുകൾ അനുഭവിച്ച് തീർക്കണം എന്ന് പറയുന്നൊരു നിലപാട് ഇത്തരം ദേശീയ വികസനത്തെ തന്നെ തുരങ്കം വയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കമ്പനിയോട് സംസ്ഥാന സർക്കാർ ഈ ലോക്കലായിട്ടുള്ള ജനങ്ങളോട് പണം വാങ്ങാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. അതില്ലെങ്കിൽ ഈ കരാർ കമ്പനി ഇക്കാര്യത്തിൽ വിലക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ കണ്ട് വീട്ടിലിരിക്കാൻ വിധിക്കപ്പെട്ട ഈ പാവപ്പെട്ട പ്രദേശവാസികൾ അവർക്ക് റോഡിലിറങ്ങണമെങ്കിൽ ഈ കരാർ കമ്പനിക്ക് ടോൾ കൊടുക്കണമെന്ന് പറയുന്നത് നീതി രാഹിത്യമാണ്. ഇതിൽ സംസ്ഥാന സർക്കാർ കൂടി ഇടപെടണം എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഇനി വാർത്തയുടെ വിശദാംശങ്ങൾ നിഖിൽ പ്രമേഷ് നൽകും പാലക്കാട് നിന്ന്. ഗുഡ് മോർണിംഗ് നിഖിൽ, പറയൂ. ഗുഡ് മോർണിംഗ്. വർഷത്തിൽ 2 തവണ ഈ നിരക്ക് കൂട്ടുന്ന ഒരു ടോൾ കമ്പനിയാണ് പാലക്കാട്ടേത്. സ്വാഭാവികമായിട്ടും ഇത്തവണ ഇപ്പോൾ അവരൊരു പുതിയ തിട്ടൂരവുമായി രംഗത്തെത്തുകയാണ്. അതെന്ന് പറയുന്നത് നാളെ മുതൽ, അതായത് 5-ാം തീയതി മുതൽ പ്രദേശവാസികളായിട്ടുള്ള 6 പഞ്ചായത്തുകളിലെ ആളുകൾക്ക് ഇളവ് നൽകുന്നുണ്ടായിരുന്നു ഇതിലൂടെ കടന്നു പോകാൻ. എന്നാൽ അവർ കൂടി ഇനി ടോൾ നൽകണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കമ്പനി. അവരെന്ന് മാത്രമല്ല, ഇതിലെ കടന്നു പോകുന്ന സ്കൂൾ വാഹനങ്ങളും ഇനി മുതൽ ടോൾ നൽകണമെന്നുള്ളതാണ് ഈ കമ്പനി പറയുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ജനകീയ രോഷം ഉയരുമെന്നാണ് പി സുമോദ് MLA അടക്കം പറയുന്നത്. കാരണം നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നതാണ് ഒരു ജനകീയമായ ചർച്ച, എല്ലാവരെയും വിളിച്ചു ചേർത്തുള്ള ഒരു ചർച്ചയിലൂടെ മാത്രമേ ഇവിടെ ടോൾ പിരിവ് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ പുതുതായി ആർക്കെങ്കിലും ടോൾ പിരിവ് ഏർപ്പെടുത്താനോ കഴിയൂ എന്നുള്ളൊരു തീരുമാനം നേരത്തെ തന്നെ ടോൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എടുത്തിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെ കൂടിയാലോചനകളില്ലാതെ നാളെ മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ടോൾ കമ്പനി. ഇതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നത്. ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടക്കും. ഇന്നിപ്പോൾ CPM-ന് പിന്നാലെ കോൺഗ്രസും പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകിട്ട് 4-ന് വടക്കഞ്ചേരി, ആലത്തൂർ, പാണഞ്ചേരി എന്ന 3 ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അത്തരത്തിൽ ജനകീയമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇന്നു മുതൽ നടക്കും. നാളെ ശക്തമായ പ്രതിഷേധം ടോൾ പിരിക്കുകയാണെങ്കിൽ ഈ ടോൾ ബൂത്തിന് മുന്നിൽ ഉണ്ടാകുമെന്നാണ് സമരസമിതിയും അടക്കം തന്നെ MLA-യും ഒക്കെ വ്യക്തമാക്കുന്നത്. 2022 മാർച്ച് 9 മുതലാണ് പന്നിയങ്കരയിൽ മറ്റു വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിവ് തുടങ്ങിയത്. വർഷത്തിൽ 2 തവണ വരെ ടോൾ പിരിവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ തുക വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ടത് തന്നെയാണ്. എന്നാൽ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് 6 പഞ്ചായത്തുകളിലെ ആളുകൾക്ക്, അതായത് വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, വണ്ടാഴി, കണ്ണമ്പ്ര, പുതുക്കോട്, തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെട്ട പാണഞ്ചേരി എന്നീ പഞ്ചായത്തുകളിലെ ആളുകൾക്ക് ഇളവ് നൽകിയിരുന്നു. എന്നാൽ ആ ഇളവ് ഇനി നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ടോൾ കമ്പനിയുടെ നിലപാട്. നാളെ മുതൽ ടോൾ പിരിക്കാൻ, ഈ പഞ്ചായത്തുകളിലെ ആളുകളിൽ നിന്ന് ടോൾ പിരിക്കാൻ കമ്പനി തീരുമാനിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. താങ്ക് യു നിഖിൽ പ്രമേഷ്. യഥാർത്ഥത്തിൽ ഈ ലോക്കൽ പ്രാദേശികവാസികൾക്ക് തന്നെ ഒരു ഐഡന്റിറ്റി കാർഡ് കൊടുത്ത് അവരെ ഇതുവരെ സൗജന്യമാക്കി വിടുകയായിരുന്നു പതിവ്. എന്നാൽ അങ്ങനെയല്ല ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് അറിയുന്നു. വളരെ നീതിരഹിതമായ കാര്യമാണ്. നിതിൻ ഗഡ്കരി പോലെ ഭാവനാസമ്പന്നമായ ഒരു മന്ത്രി ഈ കാര്യത്തിലുണ്ട്. അദ്ദേഹവുമായിട്ട് ടേക്കപ്പ് ചെയ്ത് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ ഒരു പരിഹാരം കണ്ടുപിടിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പി സുമോദ് MLA കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പന്നിയങ്കരയിൽ ഡിസംബർ 5-ാം തീയതി മുതൽ പ്രാദേശികമായ വാഹനങ്ങൾക്ക് ടോള് പിരിക്കും എന്ന തീരുമാനം ഏകപക്ഷീയമായി കരാർ കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മുൻകൂട്ടി അറിയിക്കാതെ പ്രാദേശികമായി ടോൾ പിരിക്കാൻ ആവശ്യമായ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ടോൾ കമ്പനി തുടർന്നാൽ അതിശക്തമായ ജനകീയ സമരത്തിന് പന്നിയങ്കര ടോൾ പ്ലാസ സാക്ഷ്യം വഹിക്കുമെന്ന മുന്നറിയിപ്പ് ഇവിടെ നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പന്നിയങ്കര ടോൾ പിരിക്കാനുള്ള കരാർ കമ്പനിയുടെ നീക്കം തീർച്ചയായിട്ടും അവിടുത്തെ പ്രദേശവാസികളുടെ മനസ്സുകൾക്കൊപ്പമാണ് നമ്മൾ. നീതിരഹിതമായ ഈ നടപടിയെ നമ്മൾ ചെറുക്കുക തന്നെ ചെയ്യും ഒരു മാധ്യമം എന്ന നിലയിൽ.